സാധാരണ ജീവിതത്തിൽ അപവാദവും ആക്ഷേപവും കുറ്റപ്പെടുത്തലുകളും കേൾക്കാത്തവർ തീരെയില്ല എന്ന് തന്നെ പറയാം. അതാണ് ലോക സ്വഭാവം. എന്നാൽ രാമായണത്തിൽ ഒരു കളങ്കവും ആരോപിക്കപ്പെടാത്ത ഒരു വ്യക്തിത്വമാണ് ശ്രീ ഹനുമാന്റേത്. വ്യാവഹാരികമായി നിരന്തരം കർമ്മങ്ങൾ ചെയ്യുന്നവനായിട്ട് കൂടി ഹനുമാന്റെ സ്വഭാവ മഹിമയെ ആരും ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല. അജാതശത്രുവായിരുന്നു മാരുതപുത്രനായിരുന്ന ഹനുമാൻ. ആഞ്ജനേയനെ പൂജിച്ചാൽ എല്ലാ ദേവതമാരെയും പൂജിക്കപ്പെടുന്നു എന്ന് സ്കന്ദപുരാണത്തിൽ പറയുന്നു. ലൗകികവും അലൗകികവുമായ സകല ശക്തികളുടെയും ഉടമയായ ശ്രീ ഹനുമാൻ ശൈവർക്കും വൈഷ്ണവർക്കും ഒരുപോലെ പൂജനീയനാണ്. രുദ്രാവതാരം എന്ന നിലയിൽ ശൈവരും വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ്റെ ദാസൻ എന്ന നിലയിൽ വൈഷ്ണവരും ഹനുമാനെ ആരാധിക്കുന്നു. ദേവി ഉപാസകരായ ശാക്തേയരും ഹനുമാനെ ആരാധിക്കുന്നതായി പുരാണ കഥകളിൽ വ്യക്തമാക്കുന്നു. ജ്ഞാനമാർഗം, കർമ്മമാർഗം, ഭക്തിമാർഗം, ധ്യാനമാർഗം തുടങ്ങി ആത്മീയ ശാസ്ത്രങ്ങളിൽ കാണുന്ന എല്ലാ സാധനകളുടെയും മൂർത്തിഭാവമാണ് ഹനുമാൻ. അതുകൊണ്ടാണ് ആഞ്ജനേയനെ സ്വാമി വിവേകാനന്ദൻ മഹാവീർ എന്ന് വിളിച്ച് പ്രകീർത്തിച്ചത്. ഇനി ഗുരുവചനം കേൾക്കാം. അനന്തമായ ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതിൽ വിശ്വസിക്കൂ. നിങ്ങൾക്കെല്ലാം നേടാൻ കഴിയും. സ്വാമി വിവേകാനന്ദൻ. അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശ്രീ ശങ്കരാചാര്യ രചിച്ച ഭവാനി അഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം. न तातो न माता न बन्धुर्न दाता न पुत्रो न पुत्री न भृत्यो न भर्ता न जाया न विद्या न वृत्तिर्ममैव गतिस्त्वं गतिस्त्वं त्वमेका भवानी गतिस्त्वं गतिस्त्वं त्वमेका भवानी न तातो न माता न बन्धुर्न दाता न पुत्रो न पुत्री न भृत्यो न भर्ता न जाया न विद्या न वृत्तिर्ममैव गतिस्त्वं गतिस्त्वं त्वमेका भवानी गतिस्त्वं गतिस्त्वं त्वमेका भवानी.